ഇതേ ന്യൂ ലുക്കിൽ ഇതേ സൈഡിൽ കണ്ട കിണറാണ്ട ഒരു ആർക്കിടെക്റ്റ് സ്വന്തമായിട്ട് നിർമ്മിച്ച ദേ ആരും താമസിക്കാത്ത പുതുപുത്തനൊരു വീട്. ഇത് എല്ലായിടത്തും നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ബ്രാൻഡഡ് വീടെന്ന് വേണമെങ്കിൽ പറയാം. ആരും താമസിക്കാത്ത വീടാണ്ട. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ഹൈപ്പും കൂടി അടിച്ചേക്ക്. 2018 പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത സ്ഥലമുണ്ടാ. എല്ലാം കൊണ്ടും നല്ലൊരു വീടെന്ന് തന്നെ പറയാം. കാരണം ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കാണണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഒരു സൗകര്യം, ഇതിൻ്റെ ഒരു എന്താ പറയുക, വേറെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇതുപോലുള്ള വീടുകൾ അവർ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വെച്ചും തരും കേട്ടോ. അതിനും നമ്മൾ ബന്ധപ്പെട്ടാൽ മതി. കാരണം ഇവരെല്ലായിടത്തും വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട്, അതായത് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ, കാരണം വർക്കിനെ കുറിച്ചും വീടിനെ കുറിച്ചും മെറ്റീരിയലിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാൾ പണിത വീടാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാമല്ല. കണ്ട വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. ഇത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം, എന്നാലേ മനസ്സിലുള്ളൂ. കണ്ട വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ കണ്ട എന്താ ഒരു ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വീട്ടിലൂടെ കണ്ട. കിച്ചണാണ് ഈ കാണണം. എന്ത് ഭംഗിയാണ് നോക്കി കിച്ചൺ കാണാൻ. ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. കാരണം വീഡിയോ ഇത്തിരി സ്പീഡിലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തോളണം. കാരണം പെട്ടെന്ന് എല്ലാവരും കാണിച്ചാണ് പോകും. എല്ലാവർക്കും സമയക്കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കാണിച്ച് പോണത്. ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഉണ്ടായത് പണി തീർന്നേ ഉള്ളൂ. ഈ ശനിയാഴ്ച പണി കഴിഞ്ഞതേ ഉള്ളൂ. അത്രയും നല്ലൊരു വീടാണിത്. നിങ്ങൾ കണ്ടോട്ടിൻ്റെ റൂമും കാര്യങ്ങളും എല്ലാനും 4 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത് 4ഉം നല്ല ബ്രാൻഡഡ് റൂമും. വേണ്ട വെളിച്ചമാണ്, വെട്ടവും വെളിച്ചമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു വീട്ടിൽ റൂമിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വെട്ടവും വെളിച്ചവും കിട്ടണം. അതേവിടെ ഇരുണ്ടൊന്നും ഇരിക്കരുത്. അതാണ് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൊക്കെ താമസിച്ചാൽ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരിക്കുള്ളൂ. കണ്ട എവിടെ നോക്കില്ല, നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിലും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിക്കാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഇത് 2ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം ഉണ്ട്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. കാരണം ഇതിൻ്റെ A to Z പണി അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയുള്ള വീടുകളെ ചെയ്യാറുള്ളൂ. അല്ല, ഇതറിയാവുന്ന ഒരാൾ പണിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. കാരണം വീടിനെക്കുറിച്ചും വീടിൻ്റെ മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിനെ കുറിച്ച് അറിവുള്ള ഒരാളൊരു വീട് പണിയുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചാൽ പണിയുള്ളൂ. സ്റ്റെയർ കേസ് ഉണ്ടാ, തടിയിലാണ്ട. കാരണം ഈ വീട്ടിലൂടെ എങ്ങാട് കയറിയാലും ഒരു ന്യൂ ലുക്കാണ്. ഒരു ന്യൂജൻ വീടെന്ന് പറയില്ലേ, ഒരു ന്യൂജൻ വീടാണിത്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ വീട് ഇഷ്ടപ്പെടുമെന്നുള്ളതിന് അത്ര ഭംഗിയായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം. ഇതേ മുകളിലത്തേതിൽ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ, അതേപോലെ തന്നെ ഹോം തിയേറ്റർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. TV ഏരിയ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഓപ്പൺ സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടേക്കണം. കാരണം അത് എങ്ങനെ വേണമെങ്കിലും കൺവെർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതേ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം. പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കൊല്ലം ടൗണിലാണ്ടാ. കൊല്ലം ടൗണ് അയത്തിൽ ജംഗ്ഷൻ അടുത്താണ് ഈ വീട്. ഹൈവേന്ന് വെറും 100-125 മീറ്ററേ ഉണ്ടാവുള്ളൂ. ഇത് 7 സെൻറ്റ് സ്ഥലം, 2200 സ്ക്വയർ ഫീറ്റ് വീട്, 4ാമത്തെ ബെഡ്റൂം ഉണ്ടാകും. ഇവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് 12 ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് വിലയുണ്ട്. അപ്പം തന്നെ ഏകദേശം 84 ലക്ഷം രൂപയുടെ സ്ഥലം തന്നെയുണ്ട്. പിന്നെ വീടിനും കൂടി അവർ ചോദിക്കണ വില 1,40 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്നാലും, കാരണം അതിനുള്ള വീടുണ്ട്. കാരണം കംപ്ലീറ്റ് ബ്രാൻഡഡ് മെറ്റീരിയലും അതേ കൊടുത്ത വർക്കുമാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള വീടുകൾ എല്ലാം നല്ല പോഷ് വീടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ന്യൂജൻ സ്റ്റൈലിൽ പണിതേക്കുന്ന ഒരു വീടാണ്. ഇപ്പോഴത്തെ ഒരു മോഡൽ, അതും എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ അതേ കൊടുത്ത വർക്കും. പിന്നെ ഇവിടുന്ന് മുകളിലോട്ട് കയറാനുള്ള വഴിയുണ്ട്. ഇത് ബാക്ക് വാട്ടർ ഫ്രണ്ടേജ് ആണ്. ബാക്ക് ഫ്രണ്ടേജ്, വാട്ടർ ഫ്രണ്ടേജ്.
പക്ഷേ 2018 പ്രളയത്തിന് പോലും ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ടില്ല. കാരണം ഇത് പ്രളയത്തിന് വെള്ളം കയറുന്ന ഒരു ഏരിയ അല്ല. കാരണം കൊല്ലം ടൗൺ ആണിത്. കൊല്ലം ടൗൺ അയത്തിലാണിത്. അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു 3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഈ വീടിന്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയും കാര്യങ്ങളൊക്കെ, പച്ചപ്പും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേക്കും ഈ വീടിന്റെ മൊത്തത്തിലുള്ള ലുക്കേ മാറും. അപ്പം ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ ആർക്കിടെക്റ്റ് ആണ്. ഉള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓണറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയും എല്ലാവരും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് ഒരു വീട് നിർമ്മിക്കാൻ പറ്റും. ഇത് ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ഏരിയയാണ്. ഇവിടെ വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. അത്യാവശ്യം മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് മരങ്ങളൊക്കെ നടാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ന്യൂ ഇയർ ദിന ആശംസകൾ.